1966 ഇന്റർനെറ്റും ടെലിവിഷനും ഒന്നും അധികം പ്രചാരത്തിലില്ലാതിരുന്ന ഒരു വർഷമായിരുന്നത്. ആ 1966 ഇംഗ്ലണ്ട് ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ മുത്തമിടുന്നത്. സർ ബോബി കാൾട്ടന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് പട ലോകകപ്പിൽ മുത്തമിടുമ്പോൾ അത് അവരുടെ കന്നി കിരീടമായിരുന്നു. വർഷങ്ങൾ ഇത്രയായിട്ടും ഏതാണ്ട് 6 പതിറ്റാണ്ടായിട്ട് ഇന്ന് വരെ ഇംഗ്ലണ്ടിന് ആ ഒരു കനക കിരീടത്തിൽ മുത്തമിടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ വരുന്ന ലോകകപ്പ് ആയിക്കോട്ടെ, യൂറോ കപ്പ് ആയിക്കോട്ടെ, എല്ലാ ടൂർണമെന്റിലും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പിടി താരങ്ങളുമായിട്ടായിരിക്കും ഈ ഒരു ഇംഗ്ലീഷ് പട എല്ലാ ടൂർണമെന്റുകൾക്കും എത്തുന്നത്. 2026 തോമസ് ടൂഷൽ എന്ന് പറയുന്ന അതികായകനായ ഒരു കോച്ചിന്റെ അണ്ടറിൽ ഈ ഒരു ചരിത്രം തുരുത്തി കുറിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ട് ടീം അമേരിക്കയിലേക്ക് ഹാരി കെയിന്റെ ക്യാപ്റ്റൻസിയിലുള്ള ഇംഗ്ലീഷ് ടീം വിമാനം കയറും. എല്ലാ തവണത്തെയും പോലെ ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഇപ്പം നിലവിൽ എയറിലുണ്ട് ഇംഗ്ലണ്ട് ടീമിന്റെ ഈ ഒരു സെലക്ഷനെ പറ്റിയിട്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും നമ്പർ 1 ലീഗാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. അപ്പം അവിടെ കളിക്കുന്ന ഏറ്റവും ടോപ്പ് പ്ലേയേഴ്സ് എല്ലാം കളിക്കുന്ന ഒരു ലീഗും കൂടിയാണ്. അവിടെ നിന്ന് ഒരു കളിക്കുന്ന ഒരു 16 അല്ലെങ്കിൽ 18 പേരുടെ സ്കോഡ് പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മുമ്പ് എപ്പോഴോ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ ഒരു പഞ്ഞവും ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ ഫുട്ബോൾ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂത്ത് ഫുട്ബോളേഴ്സ് ആവട്ടെ, നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫുട്ബോളേഴ്സ് ആവട്ടെ, ഓരോ വർഷവും അവരിങ്ങനെ പോളിഷായി ഒരു നല്ല ടീം സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ് ഇംഗ്ലീഷ് ടീം. എന്തുകൊണ്ടോ അവർക്ക് ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇവരുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് ആണ് കാര്യം. ഇവർക്ക് ബിഗ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർക്ക് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു ഇതില്ല, അവർ പെട്ടെന്ന് പതറിപ്പോകുന്നതാണ്. ഒരു ഇംഗ്ലണ്ട് ഫാൻ എന്നുള്ള രീതിയിൽ 2006 മുതൽ ഞാൻ പ്രോപ്പറായിട്ട് വേൾഡ് കപ്പ് ഫോളോ ചെയ്യുന്ന 2006 മുതലാണ്. അപ്പോൾ അന്ന് മുതലുള്ള ഒരു അനാലിസിസ് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് ഇവരുടെ ഈ ഒരു മെന്റൽ സ്ട്രെങ്ത് ആണ്. അതിൻ്റെ ഒരു പ്രശ്നമാണ് വലിയ സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് അവർ പതറിപ്പോകും. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് ടീമിന്റെ ഫസ്റ്റ് 11 എങ്ങനെ ആയിരിക്കും എന്നാണ്. ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ന്യൂ കാസൽ, ആസ്റ്റൺ വില്ല ടീമുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് സൂപ്പർ താരങ്ങളെ ഒഴിവാക്കിയിട്ടാണ് ഇത്തവണ ഇംഗ്ലണ്ട് ടീം അമേരിക്കയിലേക്ക് വിമാനം കയറുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലണ്ട് ടീമിന്റെ ഫസ്റ്റ് 11 എങ്ങനെ ആയിരിക്കണം. അത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാര്യം ഇനി അങ്ങോട്ട് ഒരുപാട് വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ്, പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ ഗോൾ കീപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഗോൾ കീപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ബിക്കോസ് ഇതിപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ ഒരു ഫസ്റ്റ് 11 പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേറൊരു ഒരു ഒപ്പീനിയൻ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലെയർ ഞാൻ പറയുന്ന പ്ലെയറിനേക്കാളും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു നിങ്ങൾക്ക് തോന്നിയിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്താം. നമ്മളെല്ലാം ഒരു പോസിറ്റീവ് വൈബിൽ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇംഗ്ലണ്ട് ടീമിന്റെ ഫസ്റ്റ് 11 എങ്ങനെയായിരിക്കും. ഗോൾ കീപ്പേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞ കുറച്ച് ടൂർണമെന്റുകളിലായിട്ടുള്ള കേൾക്കുന്ന സ്ഥിരം പേരുകളാണ്. ക്രിസ്റ്റൽ പാലസിന്റെ ഡീൻ ഹെൻഡേഴ്സൺ, ജോർഡൻ പിക്ഫോർഡ് എവർട്ടന്റെ, അതുപോലെ തന്നെ മാൻ സിറ്റിയുടെ സെക്കൻഡ് കീപ്പറായ ജെയിംസ് ട്രാഫോർഡ്. ഇതിൽ ഓഫ് കോഴ്സ് ചോദ്യമില്ല, കാര്യം കഴിഞ്ഞ വേൾഡ് കപ്പുകൾ, യൂറോ കപ്പ്, ഇതിലെല്ലാം സൂപ്പർ പെർഫോമൻസ്. കഴിഞ്ഞ സീസണിൽ റിലഗേഷനിലേക്ക് കിടന്ന എവർട്ടനെ തന്റെ മികച്ച കുറേ ഗോൾ സേവുകളോടെ റിലഗേഷൻ സോണിന് പുറത്തു കൊണ്ടുവന്ന ജോർഡൻ പിക്ഫോർഡ് തന്നെ ആയിരിക്കും ഇത്തവണയും ഇംഗ്ലണ്ട് ടീമിന്റെ വലക്കാക്കാനായിട്ട് പോകുന്നത്. അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ഇംഗ്ലണ്ടിന്റെ നമ്പർ 1 ജോർഡൻ പിക്ഫോർഡ് തന്നെ ആയിരിക്കും. ഇനി സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു പ്ലെയറിനെ നമുക്ക് ഒരിക്കലും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്ടിക്സിനകത്ത് വ്യത്യാസം വരും. ചിലപ്പോൾ പ്ലെയറിൻ്റെ അപ്പോഴത്തെ ഒരു ഫിറ്റ്നസ് കണ്ടീഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് 11 ബാധിക്കും. ബട്ട് എന്തിരുന്നാൽ പോലും നമ്മളൊരു ജനറലൈസ്ഡ് വേർഷനാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെൻറ്റർ ബാക്ക് പെയർ ആരൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഡെഫിനറ്റ്ലി മാൻ സിറ്റിയുടെ ജോൺ സ്റ്റോൺസ് തന്നെ ആയിരിക്കും. ജോൺ സ്റ്റോൺസിൻ്റെ കൂടെ സെൻറ്റർ ബാക്കിൽ പെയർ ചെയ്യാൻ സാധ്യതയുള്ളത് 2 കാര്യങ്ങളിലാണ്. ഒന്ന് സിറ്റിയുടെ സാധാരണമായ മാർക്ക് ക്യൂഹി ആയിരിക്കും, അല്ലെങ്കിൽ ആസ്റ്റൺ വില്ലയുടെ എസ്രി കോൺസ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ജോൺ സ്റ്റോൺസും ക്യൂഹിയും ഒരേ ടീമിൽ കളിച്ച് അവർക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ചാൻസും ഈ ഒരു കോമ്പിനേഷൻ ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ ചിലപ്പോൾ എസ്രി കോൺസ് ആയിരിക്കും. പക്ഷേ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ജോൺ സ്റ്റോൺസും ക്യൂഹിയാണ്. ഇനി റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ചെൽസിയുടെ റീസ് ജെയിംസ് ഉണ്ട്. റീസ് ജെയിംസിന്റെ ഒരേ സമയം അറ്റാക്കിലും ഡിഫൻസിലും ഉള്ള ആ ഒരു ടാലന്റ് എന്തായാലും ഇംഗ്ലണ്ട് ടീമിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ റൈറ്റ് ബാക്കിൽ റീസ് ജെയിംസിന് വെല്ലുവിളിയായിട്ട് ചാരൽ പെൻസ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. അദ്ദേഹം നല്ലൊരു കൺസിസ്റ്റൻസിയാണ് കഴിഞ്ഞ സീസണിലെ കുറച്ച് മത്സരങ്ങളിൽ ലെവർകൂസിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കുന്നത്. അത് പുള്ളിനെ ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ പുള്ളി ഏറ്റവും കൂടുതൽ കളിക്കുന്നത് റൈറ്റ് ബാക്കിലേക്കായിരിക്കും. അവിടെ റീസ് ജെയിംസും ചാരൽ കൊൻസയും ആയിരിക്കും തങ്ങളുടെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ആര് ഫസ്റ്റ് 11 വരുന്നുള്ള രീതിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് റീസ് ജെയിംസിനെ റൈറ്റ് ബാക്കിൽ ഉറപ്പിക്കാം. ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ചാൻസസ് കൂടുതലുള്ളത് ഒന്ന് ഡാൻ ബേൺ ഉണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഫൻഡറാണ് ഡാൻ ബേൺ. കാര്യം പുള്ളിയുടെ ആ ഒരു ഫിസിക്ക്, അതുപോലെ തന്നെ ഫിറ്റ്നസ്, ഡിഫൻസിലേക്കുള്ള ആ ഒരു ആക്യുറസി, ഇതെല്ലാം ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഡാൻ ബേൺ, ന്യൂ കാസൽ യുണൈറ്റഡിൽ. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ലെഫ്റ്റ് ബാക്കിൽ ഡാൻ ബേൺ തന്നെ ആക്കിയാണ് സാധ്യത കൂടുതൽ. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളുടെ ട്യൂഷനിൽ പ്രഖ്യാപിച്ച ഈ ഒരു ടീമിൽ ഏറ്റവും കൂടുതൽ താരനിബിഡമായ, ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും താരനിബിഡമായ മിഡ്ഫീൽഡ് ഉള്ള ഒരു ടീമാണ്
ഇംഗ്ലണ്ടിൻ്റെ ടീം. അതിനകത്ത് മിഡ്ഫീൽഡ് നമ്മളുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ആഴ്സണലിൻ്റെ ഡെക്ലാൻ റൈസ് ഉണ്ട്, അവരുടെ വെറ്ററൻ താരമായ ജോർഡൻ ഹെൻഡർസൺ. അതിനകത്ത് എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ഇപ്പോഴത്തെ ചാൻസ് ഏറ്റവും കൂടുതൽ ഡെക്ലാൻ റൈസിന് തന്നെയാണ്. ആഴ്സണലിന് യുഎഫ ചാമ്പ്യൻസ് ലീഗിന് ഫൈനലിൽ എത്തിച്ചു, 22 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് കപ്പ് നേടിക്കൊടുത്തു. അപ്പോൾ ഡെഫിനറ്റ്ലി ഡെക്ലാൻ റൈസിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പം ഡെക്ലാൻ റൈസിൻ്റെ ഒരു പേരായിട്ട് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ അവിടുത്തെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രെൻഫോർഡിൻ്റെ ജോർഡൻ ഹെൻഡർസൺ ഉണ്ട്. എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഹെൻഡേഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ ചാൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞ സീസണിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ച കോബി മെയ്നോ ആയിരിക്കും. അപ്പം ഡെക്ലാൻ റൈസിൻ്റെ ഒരു പേരായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് കോബി മെയ്നോ തന്നെയാണ്. അവിടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ എലിയറ്റ് ആൻഡേഴ്സൺ ഉണ്ട്. ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോട്ടം ഇട്ട് വെച്ചിരുന്ന ഒരു പ്ലെയറാണ് ഈ എലിയറ്റ് ആൻഡേഴ്സൺ. കഴിഞ്ഞ സീസൺ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടിയിട്ട് തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു പ്ലെയറായിരുന്നു എലിയറ്റ് ആൻഡേഴ്സൺ. പക്ഷേ എലിയറ്റ് ആൻഡേഴ്സിനേക്കാളും ജോർഡൻ ഹെൻഡേഴ്സിന് ഏറ്റവും കൂടുതൽ സാധ്യത കോബി മെയ്നോ. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അവിടെ റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരമായ ജൂഡ് ബെല്ലിംഗം തന്നെയായിരിക്കും അറ്റാക്കിന് സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ 4-3-3 എന്നുള്ള ഒരു ഫോർമേഷൻ ജനറലായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഫോർമേഷൻ മാറുന്നതനുസരിച്ച് പ്ലേയേഴ്സ് മാറാം. അപ്പം ഇത്രയാണ് നമ്മളുടെ ഒരു പ്രഡിക്ഷനിൽ ഉള്ള ഒരു മിഡ്ഫീൽഡ്. ഇനി അറ്റാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് 2 വിങ്ങേഴ്സും ഒരു സ്ട്രൈക്കർ എന്നുള്ള ഒരു ഫോർമേഷൻ ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് വിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2 ബാർസലോണ താരങ്ങളാണുള്ളത്. ഒന്ന് മാൻ യുണൈറ്റഡിൽ നിന്നും ബാർസലോണയിലേക്ക് പോയ മാർക്കസ് റാഷ്ഫോർഡ്. അവിടെ റഫീനയ്ക്ക് ഇഞ്ചുറി പറ്റിയപ്പോഴത്തേക്കും ആ ടീമിനെ വളരെ മികച്ച രീതിയിൽ അവരുടെ മുന്നേറ്റം നയിച്ച റാഷ്ഫോർഡ് വളരെ നല്ല ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ റാഷ്ഫോർഡിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ടുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ബാർസലോണ സൈൻ ചെയ്തിട്ടുള്ള ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ താരമായിരുന്ന ആന്റണി ഗോർഡനാണ്. റാഷ്ഫോർഡിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആന്റണി ഗോർഡൻ്റെ ഒരു വർക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ റാഷ്ഫോർഡിനേക്കാളും ഏറ്റവും കൂടുതൽ ചാൻസ് ആന്റണി ഗോർഡൻ ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും. ആ ഒരു പൊസിഷനിൽ ഇവർക്ക് 2 പേർക്കും വെല്ലുവിളി കൊടുക്കുന്ന മറ്റൊരു പ്ലെയറാണ് ആഴ്സണലിൻ്റെ എസ്എ. അപ്പം ഈ 3 താരങ്ങളിൽ ആന്റണി ഗോർഡൻ ആയിരിക്കും ചാൻസ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കൂടുതൽ ചാൻസ്. ഇനി റൈറ്റ് വിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അത്ര വലിയ വെല്ലുവിളി ഉയർത്തുന്ന പ്ലേയേഴ്സ് ഒന്നുമില്ല. അവിടെ ആഴ്സണലിൻ്റെ ബുക്കായോ സാക്ക തന്നെയായിരിക്കും. ഒരുപക്ഷെ ഈ എസ്എനെ റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ബുക്കായോ സാക്ക തന്നെയായിരിക്കും റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇനി സ്ട്രൈക്കറിലേക്ക് വരുമ്പോഴത്തേക്കും ഇംഗ്ലണ്ട് ടീമിൽ 2 പ്ലേയേഴ്സിന് മാത്രമേ 100% ഫസ്റ്റ് ലെവലിൽ കളിക്കുമെന്ന് നമുക്ക് പറയുന്നത്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് ഗോൾ കീപ്പറായ ജോർഡൻ പിക്ഫോർഡും ഇനിയുള്ളത് ബയൺ മ്യൂണിക്കിൻ്റെ ടോപ്പ് സ്കോററായിട്ടുള്ള ഹാരി കെയ്ൻ ആയിരിക്കും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇംഗ്ലണ്ടിൻ്റെ സ്ട്രൈക്കർ എന്ന് പറയുന്നത്. അവിടെ ഹാരി കെയ്നെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്ലേയേഴ്സ് ഒന്നുമില്ല. നിലവിൽ അവരുടെ ബെഞ്ചിൽ ഒലി വാറ്റ്കിൻസും അവരൊക്കെ ഉണ്ട്. പക്ഷേ ഹാരി കെയ്ൻ തന്നെയായിരിക്കും ക്യാപ്റ്റൻ കപ്പ് അവരുടെ അറ്റാക്കിൻ്റെ കുന്തമനയാകുന്നത്. അപ്പോൾ ഇത്രയാണ് ഇംഗ്ലണ്ട് ടീമിലെ ഒരു ഫസ്റ്റ് 11 എന്ന് പറയുന്നത്. തോമസ് ട്യൂഷേലിന് ഹാരി കെയ്ന് ആ ഒരു മാജിക് ഇത്തവണ ഈ ഒരു ഇംഗ്ലണ്ട് ടീമിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നാണ് ഞാൻ ഒരു ഇംഗ്ലണ്ട് ഫാൻ എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വേറെ നിങ്ങൾക്ക് തന്നെ എൻ്റെ ഈ ഒരു ഫസ്റ്റ് ലെവലിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കായി തുറന്ന് ഇട്ടിരിക്കുകയാണ്. നമുക്ക്